ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാതും തന്നെ ഗ്രീനിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കാം. ആദ്യമായിട്ട് നാസ്ഡാക്ക് ഒരു 1.18% പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ്. ഡോ ജോൺസും 1.05% പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ്. SPX 500ഉം S&P 500ഉം 1.15% പോസിറ്റീവിലാണ്. നിക്കി മാർക്കറ്റ്, ജപ്പാൻ്റെ നിക്കി മാർക്കറ്റും 0.40% ഇത് ഒരു 0.5% പോസിറ്റീവിലാണ്. ഫഡ്സെ മാർക്കറ്റും 0.68% പോസിറ്റീവാണ്. ഡാക്സും 0.76% പോസിറ്റീവാണ്. CAC 14 ജർമ്മൻ മാർക്കറ്റും 0.70% പോസിറ്റീവിലാണ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒന്നടങ്കം നല്ല പോസിറ്റീവ് സെൻറ്റിമെൻറ്റിൽ നിൽക്കുകയാണ്. ഓക്കെ, അതാണ് ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ. ഇന്ത്യയിലും സമാനമായ രീതിയിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റാണ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, ഞാനൊരു മ്യൂച്വൽ ഫണ്ട് മാനേജറായി എന്നുള്ള കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് മാനേജർ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അതായത് ഒരു 50-60 സ്റ്റോക്കുകളുടെ ഒരു കൂട്ടം അവർ സെലക്ട് ചെയ്തുകൊണ്ട്, ഒരു ബാസ്ക്കറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആ സ്റ്റോക്കിലേക്ക് നമ്മളൊരു മാസം SIP പോലെ ചെയ്യുകയാണെങ്കിൽ ഒരു 500 രൂപ നമ്മൾ SIP അടക്കുകയാണെങ്കിൽ ആ 500 രൂപ കൊണ്ട് ഈ 50-60 കമ്പനികളുടെ ഷെയർസിൻ്റെ ഫ്രാക്ഷൻസ് ഷെയർസ്, അത് വളരെ ചെറിയ കഷ്ടങ്ങളായിട്ടുള്ള ചില ഷെയർസാണ് നമുക്ക് വേണ്ടി അവർ അക്യുമുലേഷൻ ചെയ്യുന്നത്. നമ്മളൊരു 500 രൂപ കൊടുക്കുകയാണെങ്കിൽ അതിൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഒരു 499 രൂപ 95 പൈസ അല്ലെങ്കിൽ 98 പൈസ, അങ്ങനെ 2 പൈസയാണ് അവർ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. കൊടുക്കുന്ന 500 രൂപ കൊണ്ട് അവർ ഈ പറഞ്ഞ 50-60 കമ്പനികളുടെ ഷെയർസിലേക്ക് അവർ തുല്യമായിട്ട് അലോക്കേഷൻ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ സെക്ടറിലേക്കാണ് കൂടുതൽ അവർ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് അലോക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് അവർ ആ കൂടുതൽ അലോക്കേഷൻ ചെയ്ത സെക്ടറിലേക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുകയും അലോക്കേഷൻ കുറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് കുറച്ച് ഫണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവരുടെ സിസ്റ്റം നിൽക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, 2-3 മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അത് അതേപോലെ തുടർന്ന് പോകാം, വിരോധമില്ല. ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് നമുക്കും നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തിക്കൊണ്ട് നമുക്കും ഇതേപോലെ ഒരു SIP പോലെയോ അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ടൊരു എമൗണ്ട് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടാൻ ചിന്തിക്കും. അങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് ഉടലെടുത്തുകൊണ്ട് ഒരു മാസത്തോളം ഞാൻ നല്ല സ്റ്റോക്കുകൾ കിട്ടാൻ വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചിട്ടാണ് ഓരോ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് പിടിക്കുന്നത്. അതായത് ഒരു സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്ക് മാത്രം മതി, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ അവസാനം 21 സെക്ടറുകളിൽ നിന്ന് 21 സ്റ്റോക്കുകൾ നല്ല ഗോൾഡൻ പിക്ക്, ഡയമണ്ട് പിക്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, പക്ഷേ 21 സെക്ടർ അല്ല, ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 20-30ഓളം സെക്ടറുകൾ ഞാൻ നോക്കുമ്പോൾ ആവറേജ് കണ്ടു തന്നെ. പക്ഷെ നമ്മളൊരു 8 സെക്ടറുകൾ നമ്മൾ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ വെറുതെ ഒഴിവാക്കിയതല്ല, അതിന് വാല്യുവേഷൻ വളരെയധികം കൂടി നിൽക്കുന്നത്. അപ്പം നമുക്ക് പിക്ക് ചെയ്യുന്ന സ്റ്റോക്ക് വാല്യുവേഷൻ കുറഞ്ഞ സ്റ്റോക്കുകൾ നമുക്ക് കിട്ടണം. നമുക്കറിയാം, ഇപ്പം മാർക്കറ്റ് ഓൾമോസ്റ്റ് 25,000 നിൽക്കുന്നത്, അതായത് പീക്ക് ലെവലാണ് നിൽക്കുന്നത്. എത്ര ഹൈയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വാല്യുവേഷൻ കൂടുതലുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ചെറിയ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ, ബിഗ് ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ സ്റ്റോക്കിനെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് 25,000 നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു 21 സ്റ്റോക്കുകൾ നല്ല ഡയമണ്ട് പിക്ക് പോലെ 21 ഗോൾഡൻ സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത്. ആ സ്റ്റോക്കുകൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം, അതായത് ഈ മാസം, കഴിഞ്ഞ മാസം ജൂലൈ അവസാനം 29-ാം തീയതി ആയിട്ടാണ് ഞാൻ ഓരോ സ്റ്റോക്കുകൾ അക്യുമുലേഷൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ 29-ാം തീയതി ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു ഞാൻ. അങ്ങനെ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ 2 സ്റ്റോക്കായിട്ട് നമ്മൾ വൈകിട്ട് വന്നിട്ട് സ്റ്റഡി നടത്തിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു 3-4 മണിക്കൂർ ഇരുന്നിട്ട് സ്റ്റഡി നടത്തിക്കൊണ്ടാണ് സ്റ്റോക്കുകൾ അക്യുമുലേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഈ മാസം, ഇപ്പോൾ ഈ ആഴ്ചത്തോട് കൂടിയിട്ട് അങ്ങനെ 21 സ്റ്റോക്കുകൾ ഞാൻ അക്യുമുലേഷൻ ചെയ്ത് കഴിഞ്ഞ്. 21 സ്റ്റോക്ക് നിങ്ങൾ ചിന്തിക്കും ബൾക്കായിട്ടാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ ഫണ്ടില്ലാത്ത കാരണം നമ്മളെല്ലാ സ്റ്റോക്കുകളും ഒരു സ്റ്റോക്ക് വെച്ചിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ 21 സ്റ്റോക്കുകളും 21 കമ്പനികളും ഒരു സ്റ്റോക്ക് വെച്ച് അക്യുമുലേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അപ്പോൾ അങ്ങനെ അക്യുമുലേഷൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു മാസം പിന്നിട്ടു.
അല്ല, ചില സ്റ്റോക്ക് 2 ദിവസം മുന്നേ വാങ്ങിച്ചാണ്, ചില സ്റ്റോക്ക് ഏറ്റവും ആദ്യം വാങ്ങിച്ച സ്റ്റോക്ക് 29-ാം തീയതിയാണ് വാങ്ങിച്ചത് കഴിഞ്ഞ മാസം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് 24-ാം തീയതിയാണ്, ഒരു മാസം പോലും ആയിട്ടില്ല. അങ്ങനെ ഒരു മാസത്തിൽ താഴെ സമയം എടുത്തുകൊണ്ട് 21 കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ മാസം ഒരു പകുതിയോട് കൂടിയിട്ട് ഈ 21 സ്റ്റോക്കുകളിലേക്കും വീണ്ടും ഓരോ സ്റ്റോക്ക് വെച്ച് വാങ്ങിക്കും. അങ്ങനെ എല്ലാ മാസവും ഓരോ സ്റ്റോക്ക് വെച്ച് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 5-10 വർഷം ഹോൾഡ് ചെയ്തുകൊണ്ട് എല്ലാ സ്റ്റോക്കുകളും 21 സ്റ്റോക്കുകളും ഞാൻ ഒരു മൾട്ടി ബാഗറാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് 50-100% കിട്ടിയപ്പോൾ എനിക്ക് ചുരുങ്ങിയത് ഒരു 300% കിട്ടണം. അല്ലെങ്കിൽ 300 മുതൽ 500% വരെ റിട്ടേൺ ആണ് ഓരോ സ്റ്റോക്കിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 21 സ്റ്റോക്കുകളിൽ ഞാൻ എനിക്ക് മിനിമം ഒരു 5-10 വർഷം ഹോൾഡ് ചെയ്തിട്ട് മിനിമം എനിക്കൊരു 300% മുകളിൽ കിട്ടണം. അതാണ് എനിക്ക് ടാർഗറ്റ്. 5 വർഷം ആകുമ്പോഴേക്കും ഈ പറഞ്ഞ 300% കടന്ന് പോകണം ഓരോ സ്റ്റോക്കും. അതാണ് എൻ്റെ ടാർഗറ്റ്. 10 വർഷം ആകുമ്പോഴേക്കും 500-600 ഇരട്ടി എനിക്ക് കിട്ടണം. അത്ര നല്ല പിക്കാണ് നമ്മൾ എടുത്തത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു 3-4 മണിക്കൂർ സമയം എടുത്തിട്ട് നമ്മൾ സ്റ്റോക്കുകൾ പിക്ക് ചെയ്താണത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയേ തീരുന്നല്ല, കിട്ടിക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ഞാൻ ബാക്കി വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അത്രയധികം എഫർട്ട് എടുത്താണ് സ്റ്റോക്കുകൾ കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകൾ വേണമെങ്കിൽ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു 21 ലക്ഷം രൂപ ക്യാപിറ്റൽ ആണെങ്കിൽ വളരെ സന്തോഷമായി എനിക്ക്. കാരണം ഒരു സ്റ്റോക്കിലേക്ക് 1 ലക്ഷം വീതം വെച്ചിട്ട് 21 സ്റ്റോക്കിലേക്കും 21 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ സാധാരണക്കാരനാണ്, നമുക്ക് അത്രയധികം ഫണ്ട് ഇല്ലാത്ത കാരണം നമ്മൾ SIP ആയിട്ട് ചെയ്യുന്നത്. അതായത് എല്ലാ മാസവും ഓരോ സ്റ്റോക്കുകൾ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് 21 സ്റ്റോക്ക് ഞാൻ അക്കമിനേഷൻ ചെയ്തിട്ട് ഇനി അടുത്ത മാസം 21 സ്റ്റോക്കിലേക്ക് തന്നെ ഫണ്ട് ഓരോ സ്റ്റോക്കുകൾ വാങ്ങിക്കും. അല്ലെങ്കിൽ എല്ലാ മാസവും ഓരോ സ്റ്റോക്കുകൾ വെച്ചിട്ട് എല്ലാ മാസവും 21 സ്റ്റോക്കുകൾ വെച്ച് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ സ്റ്റോക്കുകളിൽ ഇപ്പോഴത്തെ വാല്യൂ ഓൾമോസ്റ്റ് ഒരു 7000 രൂപ അടുത്താണ് ഇപ്പോൾ 21 സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്താണ് എമൗണ്ട് വന്നത്. ഇനി അടുത്ത മാസം ചിലപ്പോൾ കുറച്ച് കൂടും, 7300 വേണ്ടി വരും. പിറ്റത്തെ മാസം ചിലപ്പോൾ 7500 വേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു മാസം ഫുള്ള് 20 സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചേക്കുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഫണ്ട് കൂടി 10000 രൂപയ്ക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഈ മാസം ഒരു 5000 രൂപ, അതായത് പകുതി സ്റ്റോക്കുകൾ വാങ്ങിക്കുക, ഒരു 10 സ്റ്റോക്കുകൾ ഈ മാസം വാങ്ങിക്കുക. പിറ്റത്തെ മാസം ബാക്കി ഈ മാസം വാങ്ങിക്കാത്ത ബാക്കി 11 സ്റ്റോക്ക് അടുത്ത മാസം വാങ്ങിക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 7000 എന്നുള്ളത് ഇപ്പോൾ 21 സ്റ്റോക്കിന് 7000 വരെ അടുത്ത് താഴെ വന്നിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് 10000 ആവും. അപ്പോൾ നമുക്ക് 5000 രൂപയുടെ സ്റ്റോക്ക് ഈ മാസം വാങ്ങിക്കാം. ഈ മാസം വാങ്ങിക്കാത്ത സ്റ്റോക്ക് പിറ്റത്തെ മാസം 5000 രൂപ വെച്ച് വാങ്ങിക്കാം. ചുരുക്കം പറഞ്ഞാൽ ഒരു 5 വർഷം മിനിമം ഹോൾഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. 3 വർഷം ആകുമ്പോൾ തന്നെ എനിക്കൊരു 300% റിട്ടേൺ കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. 5 വർഷം കഴിയുമ്പോഴേക്കും ഒരു 500% റിട്ടേൺ എന്തായാലും കിട്ടും. അതായത് 100 രൂപയുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ മിനിമം ആ സ്റ്റോക്കിൻ്റെ വില 300 രൂപ കടന്നുണ്ടാവണം. 5 വർഷം കഴിയുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ വില മിനിമം ഒരു 500 രൂപ കടന്നുണ്ടാവണം. 100 രൂപയുടെ സ്റ്റോക്ക്, അതാണ് 500 ഇരട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കും വേണ്ട എന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര തരം സ്റ്റോക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഏത് സെക്ടറിലാണ് വേണമെങ്കിൽ ആ സ്റ്റോക്കുകൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഈ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് മറ്റുള്ള ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് പെർഫോം ചെയ്യേണ്ടത് നമുക്ക് അറിയാമല്ലോ. നമുക്ക് കമ്പാരിസൺ കിട്ടണം. നമ്മളും വേറൊരു ഇതായിട്ട് നമ്മൾ കമ്പാരിസൺ നമുക്കൊരു എന്താ പറയുക, അപ്പുറത്തൊരു മത്സരാർത്ഥി എനിക്ക് വേണം, എന്നാലാണ് എനിക്ക് എൻ്റെ സ്റ്റോക്കുകൾ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് ഞാൻ ചെയ്യുന്നൊരു ചെറിയൊരു സൂത്രവാക്യമല്ല, ചെറിയൊരു ഐഡിയ എന്നുള്ളത്, എൻ്റെ കയ്യിൽ നിലവിൽ 2 സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, 3 മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അതിൽ 2 മ്യൂച്വൽ ഫണ്ടും അപ്സ്റ്റോക്സിലും, ഒരു മ്യൂച്വൽ ഫണ്ട് സിറോദയുടെ കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ 2 സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം ഇപ്പോൾ നിൽക്കുന്നത് സിറോദയിൽ 2 വർഷമായിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ട്. അതിനൊരു 35% റിട്ടേൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിന് മാസം 1000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 22,000 രൂപയുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ശരിക്കും 2 വർഷം ആവുള്ളൂ. എന്നാൽ നമ്മൾ 2 വർഷമായിട്ട് കണക്ക് കൂട്ടുകയാണ്. അതിന് 35% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാം. ഓക്കെ, അതിനുശേഷം അപ്സ്റ്റോക്സിൽ 2.5 വർഷമായിട്ടുണ്ട്, അതായത് 30 മാസമായിട്ടുണ്ട്. അതിലും നമുക്കൊരു 51% റിട്ടേൺ ഓവറോൾ കിട്ടിയിട്ടുണ്ട്.
അപ്സ്റ്റോക്സിൽ 2 മ്യൂച്വൽ ഫണ്ടായിട്ടാണ് 500 രൂപ വെച്ചിട്ട് 2 മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ട് അങ്ങനെ 1000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ 2.5 വർഷമായിട്ട് 51% റിട്ടേണാണ് കിട്ടിയത്. സീറോദയിൽ 2 വർഷമായിട്ട് 35% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ ഇപ്പോൾ 24,823 ഇപ്പോൾ കറന്റ് നിഫ്റ്റി നിൽക്കുന്നത്. ഇനി അവ ചുരുക്കം പറഞ്ഞാൽ പീക്ക് ലെവൽ തന്നെ 25,000 നിൽക്കുന്നത്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാം, 1 മാസം 2 മാസം കൂടുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് എന്തായി പ്രോഫിറ്റബിൾ ആണോ ലോസിലാണോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ വിരോധമില്ല. അപ്പോൾ നമ്മളൊരു 2 വർഷം ഇതേപോലെ 2 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ സീറോദയിൽ 35% റിട്ടേണാണ് കിട്ടിയത്. അപ്സ്റ്റോക്സിൽ 2.5 വർഷം കഴിഞ്ഞപ്പോൾ 51% റിട്ടേണാണ് കിട്ടിയത്. അപ്സ്റ്റോക്സ് സീറോദാന്ന് ബ്രോക്കറുടെ പേരാണ് പറയുന്നത്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര ശതമാനം റിട്ടേൺ കിട്ടിയത്. ഇനി 2 വർഷം ആകുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം ആകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടി, അതായത് SK മ്യൂച്വൽ ഫണ്ട്, എൻ്റെ പേര് തന്നെയാണ് സിനോജ് കൂത്തൂർ, അതായത് യൂട്യൂബിൻ്റെ പേര് തന്നെയാണ്. ആ പേരിൽ SK മ്യൂച്വൽ ഫണ്ടിൽ എത്ര രൂപ റിട്ടേൺ കിട്ടി നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര വലിയ ഫണ്ടുകളെ ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ട്, അതായത് അവരുമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. കാരണം അവർ തരുന്ന റിട്ടേണിനേക്കാൾ കൂടുതൽ അവരുടെ മറികടക്കാവുന്ന ശക്തമായ പോർട്ട്ഫോളിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് നിലവിലുള്ള നല്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അപ്സ്റ്റോക്സിൻ്റെ 2.5 വർഷം കൊണ്ട് 51% കിട്ടിയെന്ന്. ഞാൻ ഈ 2.5 വർഷം കൊണ്ട് എനിക്ക് 100% അല്ലെങ്കിൽ 200-300% റിട്ടേൺ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോക്കുകൾ അക്യുമുലേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഏതൊക്കെ സെക്ടറിലാണ് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാം. ഏതൊക്കെ പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റോക്കുകൾ വേണമെന്ന് ചോദിച്ചാൽ പറയാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. എല്ലാവരും തന്നെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചാൽ എല്ലാവരും വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ സമയത്ത് വിളിച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കും ഏതൊക്കെ സെക്ടറിലേക്കാണ് ഫണ്ട് അലൊക്കേഷൻ ചെയ്തേക്കണമെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം. ഞാൻ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പവർ ജനറേഷൻ സെക്ടറിൽ നിന്നൊരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ബാങ്കിൽ നിന്നൊരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ആ സെക്ടറിൽ നിന്നൊരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. സിമെൻറ്റ് സെക്ടറിൽപ്പെട്ട ഒരു സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ആ സെക്ടറിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കൺസ്യൂമർ ഫിനാൻസ് ആ സെക്ടറിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഫാർമ സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വയേഴ്സ് ആൻഡ് കേബിൾസ് ആ സെക്ടറിൽ നിന്നൊരു സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പൈപ്പ് സെഗ്മെൻറ്റിൽ നിന്ന് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഫെർട്ടിലൈസ് ആൻഡ് ആഗ്രോ കെമിക്കൽസ് ആ സെക്ടറിൽ നിന്നും ഒരു സ്റ്റോക്ക് ഉണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഓട്ടോ പാർട്സ് ആ സെക്ടറിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്തു. സർവീസ് ആൻഡ് കൺസൾട്ടിങ് IT മേഖലയിൽ നിന്നും ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പേപ്പർ പ്രൊഡക്ട്സ് അതിൽ നിന്നൊരു സ്റ്റോക്ക് ഉണ്ട്. ഇൻഷുറൻസ് സെഗ്മെൻറ്റ് അതിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ജ്വല്ലറി ആൻഡ് വാച്ചസ് ആ സെക്ടറിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ടയർ സെഗ്മെൻറ്റ് ആ സെക്ടറിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ബ്രോക്കിംഗ് ബിസിനസ് അതിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ആൻഡ് എൻജിനീയറിംഗ് ആ സെക്ടറിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് 21ാമത്തെ സ്റ്റോക്ക് അപ്പാരൽ ആൻഡ് അക്സസറീസ് ആ സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു 5-8 സെക്ടറുകൾ ഇനിയും കിടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് വാല്യുവേഷൻ കുറഞ്ഞ സ്റ്റോക്കുകൾ കിട്ടിയിട്ടില്ല. കൃത്യമായിട്ട് പറയണം, കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വാല്യുവേഷൻ. മാർക്കറ്റ് എത്ര ഹൈയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഹൈ വാല്യുവേഷനുള്ള സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ വരികയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ റെഡിൽ പോവും, ഡീപ്പ് റെഡിൽ പോവും. മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയില്ലേ കുപ്പത്തൊട്ടിയിൽ നിന്ന് മാണിക്യം കണ്ടെടുക്കാമെന്ന് പറയില്ലേ. അതുപോലെ തന്നെ ഇത്രയധികം സ്റ്റോക്കുകൾ സെർച്ച് ചെയ്തുകൊണ്ട് ഒരു ദിവസം 3-4 മണിക്കൂറാണ് ഒരു സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്ക് കണ്ടെത്താനായിട്ട് എടുത്തത്. ഒരു സ്റ്റോക്ക് കണ്ടെത്തിയെടുത്ത് അതിൽ തന്നെ 1-2 സ്റ്റോക്കുകൾ കൺഫ്യൂഷൻ പോലെ വരും. അപ്പോൾ വീണ്ടും ഫിൽട്ടർ ചെയ്തുകൊണ്ട്, അതായത് സമയം കുറേ എടുത്ത് രാത്രി 12 മണി 1 മണി വരെ സമയം എടുത്തിട്ടുകൊണ്ടാണ് പല സ്റ്റോക്കുകൾ അക്യുമുലേഷൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എനിക്ക് വാങ്ങിച്ചു തന്നതിൽ പല സ്റ്റോക്കുകൾ റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം നമ്മൾ പിക്ക് ചെയ്ത സ്റ്റോക്ക് കറക്റ്റ് റേഞ്ചിൽ തന്നെ പോണത്. വാല്യൂ ബൈ ഇൻവെസ്റ്റിംഗ് ആ ക്രൈറ്റീരിയയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതല്ലാതെ നമ്മൾ ഇന്ന് സ്റ്റോക്ക് എടുത്ത് നാളെ തൊട്ട് 10% കയറി പോകണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാല്യൂ ബൈ ഇൻവെസ്റ്റിംഗ് നിങ്ങൾക്കറിയാം 5 വർഷം ഞാൻ മിനിമം ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ 10 വർഷം ഹോൾഡ് ചെയ്യും. അത് ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വാല്യുവേഷൻ കൂടി പോവുകയാണെങ്കിൽ, നമ്മുടെ എമൗണ്ട് കൂടി പോവുകയാണെങ്കിൽ നമ്മൾ പകുതിയായിട്ട് അലോക്കേഷൻ ചെയ്യുക. അതായത് 10,000 രൂപ വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ 7,000 രൂപയ്ക്ക് താഴെയുള്ളൂ. അപ്പോൾ അടുത്ത മാസം സെപ്റ്റംബറിലും ഞാൻ 7,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കൂടി പോവുകയാണെങ്കിൽ നമ്മൾ പകുതി സ്റ്റോക്കുകൾ ഒരു മാസം വാങ്ങിച്ചിട്ട് പിറ്റത്തെ മാസം അടുത്ത ഇപ്പോൾ ഈ മാസം വാങ്ങിക്കാത്ത സ്റ്റോക്കുകൾ വാങ്ങിക്കും. ഓക്കെ,
അപ്പോൾ ഞാൻ 21 സെക്ടറിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാം. നിങ്ങൾ ചിന്തിക്കലോ ഈ സ്റ്റോക്കുകൾ എടുത്തിട്ടുണ്ട്, ഇവൻ എന്തൊക്കെ പാരാമീറ്റേഴ്സ് എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15 പാരാമീറ്റേഴ്സാണ് ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുണ്ട്. 15 പാരാമീറ്റേഴ്സ്. ആ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു കാര്യം പി റേഷ്യോ നോക്കിയിട്ടുണ്ട്. പ്രൈസ് ടു ഏണി ആ റേഷ്യോ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. PB നോക്കിയിട്ടുണ്ട്. പ്രൈസ് ടു ബുക്ക് വാല്യൂ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഡിവിഡൻഡ് നോക്കിയിട്ടുണ്ട്. കാരണം ഡിവിഡൻറ്റും ഒരു ഘടകം തന്നെയാണല്ലോ. സംഭവം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് നമുക്ക് ഡിവിഡൻഡ് നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുക. എന്നിരുന്നാലും ഡിവിഡൻറ്റും ചെറിയൊരു ഇതായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി അത് നോക്കിയിട്ടുണ്ട്. ROCE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ് അതും കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഡെപ്റ്റ് കടബാധ്യത ഉണ്ടോ അതും നോക്കിയിട്ടുണ്ട്. പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടുണ്ട്, അതായത് പണയം വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. പ്രൊമോട്ടറിൻ്റെ ഹോൾഡിങ്സ്, അതായത് പ്രൊമോട്ടർ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് കൂട്ടിയുണ്ടോ കുറച്ചുണ്ടോ അതോ സെയിം ആയിട്ട് നിർത്തിയിട്ടുണ്ടോ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് അതും മ്യൂച്വൽ ഫണ്ട്സ് ഈ സ്റ്റോക്കുകൾ അക്യുമുലേഷൻ ചെയ്തിട്ടുണ്ടോ ഡിസ്ക്രീസ് ചെയ്തിട്ടുണ്ടോ അതും നോക്കിയിട്ടുണ്ട്. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഡാറ്റയും പരിശോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അവർ കുറച്ചൊക്കെയാണോ കൂട്ടിയേക്കാണോ അതോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയേക്കാണോ അതും ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ലോവർ ദാൻ ഇൻഡസ്ട്രി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കിയിട്ടുണ്ട്. ഹയർ ദാൻ ഇൻഡസ്ട്രി കറണ്ട് റേഷ്യോ അതും നോക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ റവന്യൂ പ്രോഫിറ്റ് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഡെപ്റ്റ് ഉണ്ടോ ഉള്ള ഡെപ്റ്റ് ആണെങ്കിൽ കുറഞ്ഞ് വരുന്നുണ്ടോ ആ ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ട്. പിന്നെ റെഡ് ഫ്ലാഗ് ഉണ്ടോ നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും റെഡ് ഫ്ലാഗ് എന്തെങ്കിലും ഉണ്ടോ അത് നോക്കിയിട്ടുണ്ട്. പിന്നെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അത് നോക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ 21 ഇത്രയധികം സ്റ്റോക്കുകൾ അക്യുമുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി വാല്യുവേഷൻ, അതായത് വാല്യുവേഷൻ അല്ല, എമൗണ്ട് കുറഞ്ഞ പ്രൈസ്, കാരണം മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ സ്റ്റോക്കുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അക്യുമുലേഷൻ ചെയ്യാൻ സൗകര്യം ഉണ്ടല്ലോ. ഇപ്പോൾ 2000-3000 സ്റ്റോക്ക് ആണെങ്കിൽ 21 സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് ആവും. അപ്പോൾ നമുക്ക് എമൗണ്ട് കുറഞ്ഞുള്ള സ്റ്റോക്കുകൾ നോക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് പെന്നി സ്റ്റോക്കുകൾ ഒന്നും തന്നെ സെലക്ട് ചെയ്തിട്ടില്ല. അതടുത്ത് 15ാമത്തായിട്ട് നോക്കിയേക്കുന്ന കാര്യം 1000 CR, അതായത് 1000 കോടിക്ക് താഴെയുള്ള ഒരു കമ്പനി പോയി നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ വളരെ പെന്നി സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് 10 വെച്ചാൽ 50 കിട്ടും അങ്ങനത്തെ ഒരു കച്ചവടം നമ്മൾ ചെയ്തിട്ടില്ല. അതായത് 1000 കോടിക്ക് താഴെയുള്ള ഒരു സ്റ്റോക്ക് പോലും നമ്മൾ ഈ പറഞ്ഞ 21 സ്റ്റോക്കുകളിലും ഇല്ല. 1000 കോടിക്ക് താഴെയുള്ള ഒറ്റ സ്റ്റോക്ക് പോലും ഇല്ല. അപ്പോൾ ഈ 21 സ്റ്റോക്കുകളിൽ ലാർജ് ക്യാപ്പിൽ പെട്ട സ്റ്റോക്ക് ഉണ്ട്, സ്മോൾ ക്യാപ്പിൽ പെട്ട സ്റ്റോക്കുകളും ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇത്രയൊക്കെ ഈ 15 കാര്യങ്ങളാണ്, പാരാമീറ്റേഴ്സാണ് നമ്മൾ ഈ സ്റ്റോക്കുകൾ 21 സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ സെലക്ട് ചെയ്ത് നല്ല ഡയമണ്ട് പിക്ക് തന്നെ പറയാം, മാണിക്യം പോലെ 21 സ്റ്റോക്കുകളാണ് നമ്മൾ അക്യുമുലേഷൻ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിൽ പ്രത്യേകതയുള്ളത് ഈ സ്റ്റോക്കുകൾ നമ്മൾ എടുത്തത് വളരെ ശരിയാണ് ഉറപ്പിക്കുന്ന തരത്തിലാണ് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 21 സ്റ്റോക്ക് വാങ്ങിച്ചാൽ ഒരു സ്റ്റോക്ക് 25% കയറിപ്പോയി. നിങ്ങൾക്കറിയാം 29-ാം തീയതി തന്നെ ഞാൻ ആദ്യത്തെ സ്റ്റോക്ക് കഴിഞ്ഞ മാസം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ 24-ാം തീയതി, ഒരു 5 ദിവസം കഴിഞ്ഞാലാണ് ശരിക്കും ഒരു മാസം തികയുള്ളൂ. അതിനു മുന്നേ 10-25 ദിവസത്തിനുള്ളിൽ തന്നെ 25% ഒരു സ്റ്റോക്ക് കയറിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പിക്ക് ചെയ്യണ ഇതിൻ്റെ വളരെ കൃത്യമായിട്ടാണ് പിക്ക് ചെയ്യണത്, നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഒരു സ്റ്റോക്ക് 20% വേറെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ആ സ്റ്റോക്ക് പിക്ക് ചെയ്തത് 19-ാം തീയതിയാണ്, അതായത് ഇന്ന് 24-ാം തീയതി, അതായത് ഒരു 5 ദിവസം മുന്നെയാണ് സ്റ്റോക്ക് പിക്ക് ചെയ്തത്. അത് 20% കയറിയാണ്. അത്ര 20%, 5 ദിവസം മുന്നേ പിക്ക് ചെയ്ത സ്റ്റോക്ക്. കഴിഞ്ഞ മാസം 29-ാം തീയതി പിക്ക് ചെയ്ത സ്റ്റോക്ക് 25% കയറിയുണ്ട്. 5 ദിവസം മുന്നേ പിക്ക് ചെയ്ത് 19-ാം തീയതി പിക്ക് ചെയ്ത സ്റ്റോക്ക് 20% ഉണ്ട്. പിന്നെ ഒരു 2 സ്റ്റോക്കുകൾ 12% വെച്ച് കയറിയുണ്ട്. പിന്നെ 3 സ്റ്റോക്കുകൾ 10% മുകളിൽ കയറിയുണ്ട്. ഇത്ര ബാക്കി സ്റ്റോക്കുകൾ 5% മുകളിൽ അല്ലെങ്കിൽ 3.5% അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു 3-4 സ്റ്റോക്കുകൾ 3-3.5% വെച്ചിട്ട് ചെറിയ ലോസിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആവറേജ് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 4% റിട്ടേൺ നമുക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു. കഴിഞ്ഞ 29-ാം തീയതി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ 24-ാം തീയതി ആയിട്ടുള്ളൂ, ഒരു മാസം പോലും ആയിട്ടില്ല. 4-5 ദിവസം ട്രേഡ് ചെയ്യാണ്ട് നല്ലൊരു മാസം ആവുള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു 4% അടുപ്പിച്ച് 3 സംതിങ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം എത്ര റിട്ടേൺ കിട്ടിയായിരുന്നു. അത്രയധികം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്നത് SIP പോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇത്ര 7,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സെക്ടറിലേക്ക് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ താല്പര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കഴിഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് ഈ ഇത്ര 21 സെക്ടർ പറഞ്ഞു, അപ്പോൾ ഇത്ര ഏതൊക്കെ സെക്ടറിലുള്ള സ്റ്റോക്കുകളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ മുഴുവനായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മുഴുവനായിട്ട് വാങ്ങിക്കാം. നിങ്ങൾക്കറിയാം
ഞാൻ ഈ സ്റ്റോക്കുകളൊക്കെ 21 സ്റ്റോക്കുകളും 21 വീഡിയോ ആയിട്ട് എല്ലാ ആഴ്ച ഓരോ ദിവസം ഓരോ വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചു, എല്ലാ ആഴ്ചയിലും. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു വാല്യൂ കിട്ടണില്ല. അത് കാരണം കൊണ്ട് വളരെ ചെറിയൊരു ഫീസ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയാവുന്നതാണ്. ഓക്കെ, വളരെ ചെറിയൊരു ഫീസ്. കാരണം നമ്മളൊരു 3-4 മണിക്കൂർ എടുത്ത സ്റ്റോക്ക് പിക്ക് ചെയ്തേക്കണമല്ലോ. പിന്നെ നമ്മളങ്ങനെ വെറുതെ പിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളവർ എടുത്തോന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയല്ല. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഞാൻ പോർട്ട്ഫോളിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഒരു മാസം കൂടി കഴിയുമ്പോൾ ഇപ്പോൾ ആഗസ്റ്റ് മാസം കഴിയാറായാലും സെപ്റ്റംബർ അവസാനത്തോട് കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പം 4% റിട്ടേൺ ഉള്ളത്, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ 10% റിട്ടേൺ ആയി, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം. അങ്ങനെ 2-3 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. 1 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം. അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും വീഡിയോ ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു സ്റ്റോക്ക് കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, വളരെ ചെറിയ എമൗണ്ട് കൊടുക്കുന്നത്. വലിയ ആളുകളൊക്കെ CA പഠിച്ച വലിയ ആളുകൾ ഒക്കെ വളരെ എമൗണ്ട് കൂട്ടിയിട്ടാണ് ഓരോ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നത്. നമ്മൾ വളരെ ചെറിയൊരു ഫീസാണ് വാങ്ങിക്കുന്നത്. കാരണം വെറുതെ കൊടുക്കുമ്പോൾ അതിനൊരു വില ഇല്ലാത്ത കാരണം കൊണ്ടാണ്, അതിനൊരു ഒരു വില കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെറിയൊരു ഫീസ് വാങ്ങിക്കുന്നത്. അതല്ലാതെ നിങ്ങളിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ മാസം വീഡിയോ ചെയ്യും കൃത്യമായിട്ട്. എൻ്റെ SK മ്യൂച്വൽ ഫണ്ട്, സിനോജ് കൂത്തൂർ, നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ എത്രയെന്ന് കൃത്യമായിട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട എഫർട്ട് എടുത്ത് നമ്മൾ സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾ നിങ്ങൾക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതെന്ന് മാത്രം. താല്പര്യമുള്ളവർക്ക് പറയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റോക്കുകളുടെ എമൗണ്ട് വളരെ കുറഞ്ഞ സ്റ്റോക്കുകൾ താല്പര്യമാണെങ്കിൽ ആ സ്റ്റോക്കുകളുണ്ട്. ബിലോ 100 രൂപയ്ക്ക് താഴെ 2 കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 100 രൂപയ്ക്കും 200 രൂപയ്ക്കും ഇടയിൽ 5 സ്റ്റോക്കുകളുണ്ട്. പിന്നെ 200 രൂപയ്ക്കും 300 രൂപയ്ക്കും ഇടയിൽ 7 സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബിലോ 300 300 രൂപയ്ക്ക് താഴെ 14 കമ്പനികളുണ്ട്. 21 കമ്പനികളുണ്ട്. 14 കമ്പനികൾ 300 രൂപയ്ക്ക് താഴെയാണ്. കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞു. ഈ 300 രൂപയ്ക്കും 400നും ഇടയിൽ 2 കമ്പനികളുണ്ട്. 400 രൂപയ്ക്കും 500 രൂപയ്ക്കും ഇടയിൽ 2 കമ്പനികളുണ്ട്. പിന്നെ 500നും 1000നും ഇടയിൽ 3 കമ്പനികളുണ്ട്. അങ്ങനെ 7 കമ്പനികളുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 300ന് താഴെ 14 കമ്പനികളുണ്ട്. 1000ന് താഴെ 7 കമ്പനികളുണ്ട്. അങ്ങനെ 21 കമ്പനികളാണ് നമ്മൾ ഗോൾഡൻ പിക്കായിട്ട് തിരഞ്ഞെടുത്ത് വെച്ചത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ പറയാം, എനിക്ക് 100 രൂപയുടെ എത്ര സ്റ്റോക്ക് ഉണ്ട്, 2 സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 2 സ്റ്റോക്ക് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി അതല്ല 200നും 100നും ഇടയിലുള്ള 5 സ്റ്റോക്ക് ഉണ്ട്, അതും മതി, അങ്ങനെ ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 21 സ്റ്റോക്കും വാങ്ങിക്കാമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 7000 രൂപ എല്ലാ മാസം ഇടാണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് 7000 രൂപ എല്ലാ സ്റ്റോക്കും വാങ്ങിയതിന് ശേഷം 3500 വെച്ചിട്ട് 2 മാസം കൂടുമ്പോൾ ഇടാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനെന്തായാലും എല്ലാ 21 സ്റ്റോക്കും വാങ്ങിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഫണ്ട് കൂടുന്നതിനനുസരിച്ച് നമ്മളെ സ്റ്റോക്ക് 10000 രൂപ അതിൻ്റെ വാല്യൂ വരുമ്പോൾ നമ്മൾ 5000 രൂപ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒന്നിടവിട്ട മാസങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷൻസ്, സെൽ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ടതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. കാരണം ഞാൻ വെറുതെ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 5-10 വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയധികം കോൺഫിഡൻസോടുകൂടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരാവുന്നതാണ്. പിന്നെ ട്രാഫിക് എന്ന സിനിമയിൽ ഒരു ജോസ് പ്രകാശാന്ന് തോന്നുന്ന ഒരു ഡയലോഗ് പറയണ്ടല്ലോ, അതായത് നിങ്ങളുടെ ഒരു യെസ് അത് ചരിത്രമാകും. ഇനി അതല്ല, ഒരു നോ പറയുകയാണെങ്കിൽ എല്ലാ ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോയും പോലെ ഈ വീഡിയോയും കടന്നു പോകും. പക്ഷെ നിങ്ങളൊരു യെസ്, നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ, ഒരു തീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഒപ്പം തന്നെ 300, 400, 500 ഇരട്ടി വരെ ലാഭം കിട്ടിയുകൊണ്ട് നമുക്കും ഒരു മൾട്ടി ബാഗർ ആവാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ പിക്ക് തന്നെയാണ് നമ്മൾ എടുത്തു വെച്ചത്. നല്ലൊരു ഗോൾഡൻ പിക്കിൻ്റെ ബാസ്ക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബാക്കി എല്ലാ മെത്തേഡും മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ മെത്തേഡ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ഓൾ.